പോണോഗ്രഫി അതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ്. ഇത് മജോറിറ്റി ആൾക്കാർ ചെയ്യുന്നതാണ്. ഇത് ശരീരത്തിൻ്റെ ആവശ്യമാണ്. ഇങ്ങനത്തെ ചില പൊട്ട ചിന്തകൾ ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് ആൾക്കാരെ എൻട്രി ചെയ്യിപ്പിക്കും. ദൈവത്തിലേക്ക് തന്നെ തിരിയുന്നതാണ് ഇതിന് ഏറ്റവും നല്ല സൊല്യൂഷൻ. എവറി സാക്രമെന്റ് ഈസ് എ ടച്ച് ഓഫ് ക്രൈസ്റ്റ് എന്നാണല്ലോ പറയുന്നത്. എല്ലാ കുദാശകളും ഒരു സ്പർശനമാണ്. കുമ്പസാരം എന്ന കുദാശയിലേക്ക് ഈ വ്യക്തികളെ വരികയാണെങ്കിൽ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും കരുതലും അവർക്ക് അനുഭവിക്കാൻ പറ്റും. എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ ഞാൻ ഈശോയുടെ മുമ്പിൽ പോയി ഈശോയെ വെറുതെ നോക്കിയിരുന്നാൽ മതി. വെറുതെ നോക്കിയിരുന്നാൽ ഒരു വിശുദ്ധീകരണം നമ്മൾ അറിയാതെ സംഭവിക്കും. വിശുദ്ധ വീതിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു എപ്പിസോഡ് പോണോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള എപ്പിസോഡിന് കുറേ വ്യൂവേഴ്സ് കുറേ കൺസേൺസും കുറേ ക്വസ്റ്റ്യൻസും അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി വിചാരിച്ചു ആ ഒരു ടോപ്പിക്കിന് കുറച്ചും കൂടി ക്ലാരിറ്റി ഇടാനായിട്ടുള്ള, കുറച്ചും കൂടി അതിൻ്റെ സൊല്യൂഷൻസിനെ പറ്റി സംസാരിക്കാനായിട്ടും, കുറച്ചും കൂടി അതിൻ്റെ ആ പ്രോബ്ലംസിനെ എങ്ങനെ മറികടക്കാം എന്നുള്ള അതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ്. ഇതിനെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് നമ്മളോടൊപ്പമുള്ള പ്രിയ ബഹുമാനപ്പെട്ട ഫാദർ തോമസ് കല്ലുകളൻ അച്ഛനാണ്. അച്ഛൻ മാന്നാനം ചാവറ പിൽഗ്രിം സെൻറ്ററിൻ്റെ ഇൻചാർജാണ്. ഒപ്പം ആരംഭം മുതൽ ഏഞ്ചൽ സ്വാമി മിനിസ്ട്രിയുമായി വളരെയധികം ആക്റ്റീവായിട്ട് ഞങ്ങളോടൊപ്പം ഉള്ള ഒരു അച്ഛനും കൂടെയാണ്. ഇപ്പുറത്തുള്ളത് ടിൻഡു ചേച്ചിയാണ്. ടിൻഡു ചേച്ചി കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. കങ്കരപ്പടിയിലാണ് വീട്. പിന്നെ ബോണി ചേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളെയൊക്കെ കുഞ്ഞുനാൾ മുതലേ വളർത്തിക്കൊണ്ട് വന്ന ചേട്ടൻ എന്നൊക്കെ പറയാം. ഏഞ്ചൽ സ്വാമിയുടെ ചിൽഡ്രൻസ് മിനിസ്ട്രിയിലൊക്കെ വളരെയധികം ആക്റ്റീവായിട്ടിരിക്കുന്ന, ക്രിസ്ത്യൻ മിനിസ്ട്രിയിലൊക്കെ ആക്റ്റീവായിട്ടിരുന്ന ചേട്ടനാണ്. ചെല്ലാനത്താണ് ചേട്ടൻ്റെ വീട്. സോ വെൽക്കം ചേട്ടാ, വെൽക്കം ചേച്ചി, വെൽക്കം അച്ഛാ. സോ അച്ഛാ, ശരിക്കും ഈ ഒരു അവസ്ഥയിൽ നിന്ന് കരകയറാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൽ സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാരെ എങ്ങനെയാണ് അവരോട് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്ന് അച്ഛൻ പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ പ്രശ്നം മനുഷ്യവർഗത്തിൻ്റെ തുടക്കം മുതലേ ഉള്ളതാണ്. പക്ഷേ ഈ കാലഘട്ടങ്ങളിൽ അതിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് ഈ പ്രശ്നം കുറേ കൂടെ രൂക്ഷമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മളെല്ലാവരും അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴുള്ള ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്, ഇങ്ങനെ രൂക്ഷമായിട്ട് ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നത്തിൽ അകപ്പെട്ടു പോയിരിക്കുന്ന പലരും നിരാശരായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് അപകടകരമായ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് യുവജനങ്ങൾ, മുതിർന്നവരും. അവരെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുക എന്നുള്ളത് നമ്മളൊരു പ്രധാനപ്പെട്ട ദൗത്യമാണ്, ഒരു ദൈവികമായ ദൗത്യവുമാണ്. ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് എല്ലാവരെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണല്ലോ, എല്ലാത്തിനും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണല്ലോ, എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ടിയിട്ടുള്ള രക്ഷകനായിട്ടാണല്ലോ ഈശോ വന്നതും. അപ്പോൾ ഈ പ്രശ്നം എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ടവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിന് സഹായിക്കാനായിട്ട്, ജാതിമത ഭേദമന്യേ സഹായിക്കാനായിട്ടുള്ള നല്ലൊരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ നല്ലതാണ്. രണ്ടാമതായിട്ട് എനിക്ക് തോന്നുന്നത്, ഈ പ്രശ്നത്തിന് ഏറ്റവും നല്ല ഒരു സൊല്യൂഷനായിട്ട് ദൈവത്തിലേക്ക് തന്നെ തിരിയുന്നതാണ് ഇതിന് ഏറ്റവും നല്ല സൊല്യൂഷൻ. അപ്പോൾ ദൈവം ഇതിന് പ്രതിവിധി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശിച്ചിട്ടുള്ള പ്രതിവിധിയിൽ നിന്നും നമ്മൾ മാർഗങ്ങളെ സ്വീകരിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട മാർഗം. ദൈവം നമ്മളിലുള്ള ഒരു തിന്മയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന് ശക്തി പ്രാപിക്കാൻ പറയുന്നത് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ തിന്മകളെക്കുറിച്ച് അനുതപിക്കുക എന്ന് പറയും. ഈശോ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഈ ലോകത്തിലേക്ക് എന്ന നീതിമാന്മാരെ അന്വേഷിച്ചല്ല, പാപികളെ തേടിയാണ് ഞാൻ വന്നത്. അനുതപിക്കുന്ന പാപിയെക്കുറിച്ചാണ് സ്വർഗത്തിൽ ഏറ്റവും അധികം സന്തോഷമുണ്ടാകും. അപ്പോൾ ഈ തരത്തിൽ ഒരു പ്രശ്നത്തിലേക്ക് ഒരു യുവാവോ ഒരു യുവതിയോ അല്ലെങ്കിൽ ആരെങ്കിലുമോ പെട്ടുപോയാൽ ആദ്യം തന്നെ അവൻ്റെ മനസ്സിൽ വരേണ്ടത് ഈ തിന്മയാണ്, ഇതെന്നെ വളർത്തുകയില്ല. ഒരു തിന്മയും ആരെയും വളർത്തിയിട്ടില്ല. എല്ലാ തിന്മയും തിന്മയുടെ ഫലം കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും സാമ്പത്തികമായിട്ടും ഒരാളെ തകർത്തിട്ടേ ഉള്ളൂ. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകുകയും ദൈവമേ എന്നോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് നിൽക്കാനായിട്ട് ഉള്ള ഒരു മനസ്സ് ആദ്യം ഉണ്ടാക്കിയെടുത്താൽ ഇത് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനെ ഒരു അതായത് ഈ പോണോഗ്രഫി എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം. എല്ലാവർക്കും വളരെയധികം എല്ലാവരും ഒന്ന് ചാടിക്കയറി വീഴുന്ന ഒരു ടോപ്പിക്ക് കൂടെയാണ് അല്ലേ. അപ്പം ഇതിനെ ഹാൻഡിൽ ചെയ്യേണ്ട രീതി സൈക്കോളജിക്കലി ആണെങ്കിലും എങ്ങനെയാണ്
അല്ലെങ്കിൽ ഇതൊരു അഡിക്ഷൻ ആണോ, അല്ലെങ്കിൽ അത് പലരും അറിയുന്നില്ല, എങ്ങനെയാണ് ഇതിനെയൊക്കെ കാണുന്നത് ആൾക്കാരെന്നൊന്ന്? എനിക്കൊന്ന് അച്ഛൻ പറഞ്ഞൊരു പോയിന്റ് കറക്റ്റാണ്. അതായത് ഒരു അവയർനെസ് ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഞാൻ ഇത് ചെയ്യുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ഇതൊരു സിന്നാണ് എന്നുള്ള ഒരു അവയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അവയർനെസ്സിൽ നിന്നാണ് ശരിക്കും സെൽഫായിട്ട് നമുക്ക് മാറാനുള്ള സാഹചര്യത്തെ വളർത്താൻ അതിന് ഒത്തിരി സഹായകമാകും. ഇത് ശരിക്കും പറഞ്ഞാൽ അഡിക്ഷൻ ലെവലിലേക്കൊക്കെ ചിന്തിക്കുന്നത് വെച്ചാൽ ഇതിന് പല ലെവൽസ് ഉണ്ടെന്നാണ് ശരിക്കും സൈക്കോളജിക്കലി ഒക്കെ പറയുമ്പോൾ. ഒരു ലെവൽ 1, ലെവൽ 2, അങ്ങനെ ലെവൽ 7 വരെ. ലെവൽ 7 എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ കൺട്രോളിൽ പോലും നിൽക്കാത്ത, ശരിക്കും അവർക്ക് ഈ പറഞ്ഞൊരു സൈക്കോതെറാപ്പിസ്റ്റിൻ്റെ ഒരു ഹെൽപ്പും ഈ പറഞ്ഞൊരു സ്പിരിച്വൽ ഡയറക്ഷനും എല്ലാം കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് ശരിക്കും അവർക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇതിനൊരു ആദ്യത്തെ ലെവലിലേക്ക് പോലും കയറാതെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, നമ്മളിപ്പം പറയാം ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു അഡിക്ഷനിലേക്ക് പോകുന്നതിൻ്റെ റീസണൊക്കെ പറയുമ്പം ഒറിജിനൽ വൂണ്ട് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് പറയാറുണ്ട്. ഒറിജിനൽ വൂണ്ട്, അതായത് ആദ്യം എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതായത് ഒന്നുകിൽ ഈ കുട്ടിക്ക് വീട്ടിൽ സഹായിക്കാൻ വന്ന ഒരാളുടെ എടുക്കുന്ന തെറ്റായ രീതിയിൽ സ്പർശിച്ച സമയങ്ങളിലുണ്ടായ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കാം ഇതിലേക്ക് കയറാനുള്ള ടെൻഡൻസി ഉണ്ടായത്. ചിലപ്പോൾ പേരൻസിൻ്റെ, അതായത് ചിലപ്പം അതോറിറ്റേറ്റീവായിട്ട് ഒരു പാരൻറ്റിങ് സ്റ്റൈൽ ഉണ്ടായാൽ പോലും ഇങ്ങനത്തെ ടെൻഡൻസി ഉണ്ടാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പേരൻസിൻ്റെ ഇത്തരം ചില എന്താ പറയുക ഒരു ക്യാരക്ടർ സംഭവം ഉണ്ടെങ്കിൽ, അതായത് അവർക്ക് ഇങ്ങനത്തെ ഒരു ദൂഷ്യ സ്വഭാവ രീതി ഉണ്ടെങ്കിൽ, അതായത് അവർ പോണോഗ്രാഫിക് സംഭവങ്ങൾ കാണുന്ന സ്വഭാവമുള്ള ഒരു അപ്പൻ്റെ അമ്മയുടെ ആണെന്നുണ്ടെങ്കിൽ, കുട്ടി അറിയാതെ കാണുന്ന ഒരു സമയത്ത് അത് ഫസ്റ്റ് കണ്ടു, പിന്നെ തിരിച്ച് വീണ്ടും ചിലപ്പോൾ റിപ്പീറ്റായിട്ട് കാണുന്നു, അല്ലെങ്കിൽ പിന്നീട് ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കാണുന്നു കൂട്ടുകാരുടെ എന്ന്. അപ്പോൾ ആ ഒറിജിനൽ ഒരു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അത് എങ്ങനെ വളർന്നു? ചിലപ്പോൾ ചിലർക്ക് ഈ ലെവൽ 1, ലെവൽ 2 നിൽക്കുന്നവർക്ക് ചിലപ്പം ഇയർലി 2 ടൈംസ് കണ്ട് തീർന്നു, അല്ലെങ്കിൽ അവരത് മറന്നുപോയി. ആ ഒരു ലെവലിലേക്കൊക്കെ നിൽക്കും. അവരെയൊക്കെ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഇവർക്ക് തന്നെ സെൽഫായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ പിന്നീട് പോകുന്ന ഓരോ സമയത്ത് നമ്മൾ കുറച്ചും കൂടെ അതിൻ്റെ രൂക്ഷം കൂടുകയാണ്. അപ്പോൾ ഈ ഫസ്റ്റ് സമയത്തിൽ നമ്മളിപ്പം ചില സ്ട്രാറ്റജീസ് പറയും. നമ്മളൊരു റെഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ കാണുന്നത്? റെഡ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോപ്പ് എന്നൊരു ചിന്തയല്ലേ വരുന്നത്. അപ്പോൾ ഈ സ്റ്റോപ്പ് എന്ന് പറയുന്നൊരു ഇത് നമ്മളുടെ മനസ്സിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, സൈക്കോളജിക്കലി പറയുന്നൊരു ടെക്നിക്കുണ്ട്, റെഡ് ലൈറ്റ് ഗൈ ടെക്നിക്ക്. എന്ന് വെച്ചാൽ ഒരു റെഡ് ലൈറ്റുമായിട്ടൊരു ഗൈ നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു എനിക്ക് തോന്നൽ തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ റെഡ് ലൈറ്റ് ഗൈ എന്നെ അത് സ്റ്റോപ്പ്, ഇപ്പോഴേ തന്നെ സ്റ്റോപ്പ് എന്നുള്ളൊരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇത് റിപ്പീറ്റഡ്ലി ചെയ്ത് കഴിയുമ്പോൾ അതിന് പ്രാക്ടീസ് വരുമ്പോൾ റെഡിയാണ്. അപ്പോൾ ഞാനത് ചിന്തിക്കുമായിരുന്നു, നമുക്ക് വേണമെങ്കിൽ അത് നമുക്ക് ഇഷ്ടമുള്ളൊരു വിശുദ്ധൻ്റെയോ വിശുദ്ധയുടെയോ ഒക്കെ കയ്യിൽ ഈ റെഡ് ലൈറ്റ് അങ്ങ് കൊടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾക്ക് വിശുദ്ധ പാതിരപ്പിയുടെ കയ്യിൽ റെഡ് ലൈറ്റ് നിൽക്കുന്നു, അല്ലെങ്കിൽ വിശുദ്ധ അന്തോണീസ്, നമുക്ക് ഇഷ്ടമുള്ളൊരു വിശുദ്ധൻ്റെ കയ്യിൽ ഇത് കൊടുക്കുന്നു. എനിക്കിങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ടാവുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഇത് ഈ ഫീലിംഗ് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റിമുലസ് ഉണ്ടാവുന്ന സമയത്ത് തന്നെ ഈ റെഡ് ലൈറ്റ് ഗൈയെ ഞാൻ കാണുകയാണ്, ഈ വിശുദ്ധനെ ഞാൻ കാണുകയാണ്. അപ്പോൾ അവിടെ സ്റ്റോപ്പ് എന്ന്. ഇത് ചിലപ്പോൾ ആദ്യത്തെ കുറച്ച് നാൾ ഭയങ്കര പ്രയാസമായിരിക്കും. ഇതൊരു വൺ ഓഫ് ദ ടെക്നിക്കാണ്. ഇനി കുറച്ച് അധികമുണ്ട്. അതൊക്കെ എനിക്കെല്ലാം ഡിസ്കസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. എനിക്കൊന്ന് ബോൺചേട്ടന് ഇതിനെപ്പറ്റി പറയാനുള്ളതും കൂടെയൊക്കെ. ഞാൻ ഓർക്കായിരുന്നു അച്ഛൻ പറഞ്ഞല്ലോ, ആദ്യം ഒരു അവയർനെസ് ഉണ്ടാകുക, പിന്നെ ദൈവത്തിലേക്ക് തിരിയുക. ഒരിക്കലും ഇതുപോലെ ഒരു കുട്ടി വന്നിട്ട് ഞാൻ കൊള്ളില്ല ചേട്ടാ, ഞാൻ ചീത്തയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, അങ്ങനെ ചീത്തയായിട്ട് ആരെയും ദൈവം സൃഷ്ടിക്കുന്നില്ല, എല്ലാവരും നല്ലവരാണ്. അപ്പോൾ ഉടനെ അവൻ പറയും, ഇല്ല ചേട്ടാ, ഞാൻ ശരിക്കുള്ള ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ ചേട്ടൻ എന്നെ അടുത്തിരുത്തില്ല. അപ്പോൾ അവൻ്റെ മെയിൻ പ്രശ്നം ഇതാ. അവന് ഇങ്ങനെ ഒരു കാര്യത്തിന് നിരന്തരം, എനിക്ക് തോന്നുന്നു ഒരു ഹൈ ലെവൽ വരെ പോയി കഴിഞ്ഞു. അപ്പോൾ അവനോട് പറഞ്ഞു, മോനെ, അതിനാണ് നമ്മുടെ ഈശോ കുമ്പസാരം തന്നിരിക്കുന്നത്, നീ കുമ്പസാരിക്ക്. പെട്ടെന്ന് ദേഷ്യം വന്നു. പെട്ടെന്ന് കുമ്പസാരം വന്നപ്പോൾ ദേഷ്യം വന്നിട്ട് പറഞ്ഞു, ഞാൻ എന്തിനാ കുമ്പസാരിക്കണത്, കുമ്പസാരിച്ചിട്ട് പിന്നെയും ഞാനിത് തന്നെയല്ലേ ചെയ്യണം. അതാണ് പലരുടെയും ഒരു. അപ്പോൾ അന്നേരം പെട്ടെന്ന് അവനോട് പറയാൻ തോന്നിയത്, നീ കുമ്പസാരിച്ചിട്ട് പിന്നെയും ചെയ്താൽ ഈശോയുടെ മടിയിലേക്കാണ് വീഴുന്നത്. കുമ്പസാരിക്കാതെ പിന്നെയും ചെയ്തുകൊണ്ടിരുന്നത് നീ തറയിൽ തലയിടിച്ചാണ് വീഴുന്നത്. ഇതാണ് രണ്ടിൻ്റെ വ്യത്യാസം. അത് അവനെ സ്ട്രൈക്ക് ചെയ്യും. പിന്നീട് അവൻ പലവട്ടം കണ്ടപ്പോഴും എല്ലാ ആഴ്ചയിലും കുമ്പസാരിക്കുന്നുണ്ട്. നമുക്കത് ചിരിയാണെങ്കിൽ അവനത് വലിയൊരു ആശ്വാസമാണ്. അവൻ അതിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. ഇത് വളരെ ശരിയാണെന്ന് തോന്നുന്നു. കുമ്പസാരം എന്ന കുദാശയിലേക്ക് ഈ വ്യക്തികളെ വരികയാണെങ്കിൽ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും കരുതലും അവർക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ എന്തുമാത്രം വീണാലും, എത്ര പ്രാവശ്യം തെറ്റുകളിലേക്ക് പോയി കഴിഞ്ഞാലും, അപ്പോഴൊക്കെ കാത്തിരിക്കുന്ന ഒരു ദൈവവും കരുണ കാണിക്കുന്ന ദൈവവും കൈപിടിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന ചിന്ത ഇവരിലേക്ക് വരുമ്പോൾ ഇവർ കൂടുതൽ പ്രത്യാശ വീണ്ടും ഉയരും.
വീണ്ടും കൂടുതൽ ഇതിനെതിരെ ആക്രമിക്കാനായിട്ടുള്ള പരിപാടികൾ അവർ ആസൂത്രണം ചെയ്യും. അത് ഇപ്പോൾ എൻ്റെ അടുക്കൽ ഒരാൾ കുമ്പസാരിക്കാൻ വന്നപ്പോൾ, ഈ അടുത്ത കാലത്ത് കുമ്പസാരിക്കാൻ വന്നപ്പോൾ ഒരു യുവാവെ, അപ്പം ഈ പോർണോഗ്രഫിക്ക് ഒരുമാതിരി അഡിക്റ്റ് ആയി കഴിഞ്ഞു. എൻജിനീയറിങ്ങിൽ അവനെ പഠിക്കുന്ന ഒരു യുവാവാണ്. ഇപ്പോൾ അവന് പഠിക്കാൻ പറ്റുന്നില്ല, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല, സ്വന്തം പെങ്ങളെ തന്നെ നോക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്, ആകെ അസ്വസ്ഥനാണ്. പിന്നെ വന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മേശയുടെ അപ്പുറത്തുപ്പുറത്ത് വരുന്നതാണ് ഞങ്ങൾ സംസാരിപ്പിക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ അപ്പോൾ അവനോട് നിന്ന് അങ്ങ് കരയുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ, ദൈവം നിന്നോട് ക്ഷമിക്കുന്നുണ്ട്, കരുണ കാണിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഭയപ്പെടുന്നത്? നിനക്ക് ഈ പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നം ദൈവത്തിൻ്റെ പക്കലേക്ക് വരിക, നീ പ്രശ്നത്തെ വലുതാക്കാതിരിക്കുക. നമ്മൾ പലരും പറയുന്നത്, എൻ്റെ ദൈവമേ എനിക്ക് വലിയൊരു പ്രശ്നം, അതിന് പകരം എടാ പ്രശ്നമേ എനിക്ക് വലിയൊരു ദൈവമുണ്ടെന്ന് പറ. അപ്പോൾ ഈ പ്രശ്നത്തെ നേരിടാനായിട്ട് വലിയ ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ദൈവത്തിൻ്റെ ശാക്തീകരണവും സ്വീകരിക്കുക. അപ്പോൾ ഈ പ്രശ്നത്തെ എനിക്ക് നേരിടാനായിട്ട് പറ്റും. അതുകൊണ്ട് കുമ്പസാരത്തിലൂടെ, ഇപ്പോൾ ബോണി പറഞ്ഞതുപോലെ തന്നെയാണ്, കുമ്പസാരത്തിലൂടെ അവൻ ശക്തി സംഭരിച്ച് വളരെ സംതൃപ്തിയോടെ ഇറങ്ങിപ്പോകുന്ന ഞാൻ കണ്ടു. പറഞ്ഞതുപോലെ തന്നെ പല ആഴ്ചകളും വന്ന് കുമ്പസാരിച്ചു. അത് പക്ഷേ അവൻ ഓരോ പ്രാവശ്യവും അവനെ കരകയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുദാശയെ യോഗ്യതയോട് സ്വീകരിക്കുന്നതനുസരിച്ച് കൂടുതലുള്ള ശക്തി പ്രാപിക്കുന്ന അനുഭവം വ്യക്തിപരമായിട്ട് ഈ കാലഘട്ടത്തിൽ ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളാരും കാണാത്തൊരു സൗഖ്യം സാക്രമെന്റിലുണ്ടല്ലേ. ഈ എവറി സാക്രമെന്റ് ഈസ് എ ടച്ച് ഓഫ് ക്രൈസ്റ്റ് എന്നാണല്ലോ പറയുന്നത്. എല്ലാ കുദാശകളും ഒരു സ്പർശനമാണ്, നമ്മൾ അറിയുന്നില്ല. ആ ഒരു സൗഖ്യം മുന്നോട്ട് നയിക്കുമല്ലോ. എനിക്കൊന്നും ഇത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ ഇത് ചെയ്യാതെ ആകുന്ന ലെവലിലേക്ക് വരും. പക്ഷേ പലരുടെയും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം വീണ്ടും വീണ് പോകുമ്പം ആൾക്കാർ നിരാശയിലേക്ക് പോകുന്ന ഒരു സംഭവം. അതായത് ഇത് പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇത് തുടങ്ങുമ്പോൾ തന്നെ ആൾക്കാർ ചില ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ചില തിങ്കിങ് പാറ്റേൺസ് ഉണ്ട്. അതായത് ഇത് മജോറിറ്റി ആൾക്കാർ ചെയ്യുന്നതാണ്, ഇതിനെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല, ഇത് ഈ ശരീരത്തിൻ്റെ ആവശ്യമാണ്, ഇത് മനുഷ്യൻ്റെ ഒരു ബേസിക് നീഡല്ലേ. ഇങ്ങനത്തെ ചില പൊട്ട ചിന്തകൾ ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് ആൾക്കാരെ എൻട്രി ചെയ്യിപ്പിക്കും. പിന്നീട് അത് എവിടം വരെ കൊണ്ടുപോകും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഇതിനകത്ത് അച്ഛൻ പറഞ്ഞ പോലെ ഇതൊരു നമ്മുടെ ഒരു ബാഡ് ഹാബിറ്റിനെ നമുക്ക് വേണമെങ്കിൽ ഒരു നല്ല ഹാബിറ്റിനുള്ള ഒരു ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അതായത് ഈ ചിന്ത വരുമ്പോഴത്തേക്ക് നമ്മൾ ചില ദൈവവചനങ്ങൾ, നമ്മൾ ബൈബിളിൽ ഇഷ്ടം പോലെ വചനങ്ങൾ, അപ്പം വിശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കണ്ണിനെക്കുറിച്ച് പറയുന്നത്, കണ്ണിനേക്കാൾ കൊതിയായിട്ടുള്ളത് എന്താണുള്ളത്, അല്ലെങ്കിൽ കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്, കണ്ണ് കുറ്റമറ്റതാണെങ്കിൽ നമ്മുടെ ശരീരം മുഴുവൻ പ്രകാശിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. ഇങ്ങനെ നിരവധി വചനങ്ങൾ നമ്മളുടെ ഉണ്ട്. അല്ലെങ്കിൽ വിജയം നൽകുന്നത് കർത്താവാണ്, നീ വിശ്വസ്തനായിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റെഡ് കളറിലോ അല്ലെങ്കിൽ നല്ല നമുക്ക് കാണാവുന്ന പാകത്തിൽ വീടിൻ്റെ പല സ്ഥലങ്ങളിലായിട്ടോ വേണമെങ്കിൽ നമുക്ക് ഒട്ടിച്ച് വെക്കാം, അല്ലെങ്കിൽ നമ്മളുടെ പോക്കറ്റിൽ വേണമെങ്കിൽ നമുക്കിത് കരുതാം. എനിക്കെന്ന് ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ എനിക്കിത് ഉറക്കെ പറയാം, സാഹചര്യം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറക്കെ പറയാം, അല്ലെങ്കിൽ മാക്സിമം ടൈം നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അപ്പം ഇത് കണ്ടില്ലേ, ഈ ഒരു ബാഡ് സംഭവം, അതായത് ഈ ഒരു ചീത്ത ചിന്ത അല്ലെങ്കിൽ തെറ്റായ ചിന്ത ഒരു നല്ല ഇതിനെ വളം വെക്കുകയാണ്. അപ്പം നമ്മളൊരു ബാഡ് ഹാബിറ്റിനെ ഒരു ഗുഡ് ഹാബിറ്റ് ഇത് ഫോർമേഷന് വേണ്ടി നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ട് വെക്കുകയാണ്. അങ്ങനെ ഒരുപാട് ഈ ഒരു കാര്യം ഇമിറ്റേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്ത്യാനുകരണത്തിൽ പറയുന്നുണ്ട്, ഒരു തഴക്കത്തെ എതിർ തഴക്കം കൊണ്ട് ജയിക്കാമെന്ന് അല്ലേ. ഒരു തഴക്കത്തെ വേറൊരു തഴക്കം കൊണ്ട് നമുക്ക് ജയിക്കാൻ പറ്റും. അപ്പോൾ അത് ടിൻഡു പറഞ്ഞ വളരെ കറക്റ്റാണ്. വേറൊന്ന് നമ്മൾ ശീലിക്കണം. എനിക്ക് തോന്നുന്നത് അത് വേറൊരു തഴക്കമായിട്ട് വരാവുന്നതാണ്. നമ്മുടെ പേഴ്സണൽ പ്രയറെ നമ്മളൊന്ന് പരിശീലിക്കണേ. എപ്പോഴൊക്കെ ഞാൻ വീഴുന്നോ അപ്പോഴൊക്കെ എനിക്ക് ആശ്രയിക്കാവുന്ന ഒരു ദൈവമുണ്ടെന്നും അവൻ്റെ മുന്നിൽ എൻ്റെ എല്ലാ ഭാരങ്ങളും ഇറക്കി വയ്ക്കാമെന്നും എന്ത് വൃത്തികേട് എൻ്റെ ജീവിതത്തിലുണ്ടായാലും അതെല്ലാം ക്ഷമിക്കുന്ന കരുതുന്ന ഒരു ദൈവമുണ്ടേ എന്നും ഉള്ള ചിന്തയോടുകൂടി ദൈവസന്നിധിയിൽ അല്പസമയം ചിലവഴിച്ച് കഴിഞ്ഞാൽ, ഞാൻ പേഴ്സണൽ പ്രയർ വരുന്നവരോട് പറയാറുണ്ട്, നമ്മുടെ വേദനകളും നമ്മുടെ പരാജയങ്ങളും നമ്മുടെ ദുഃഖങ്ങളും ഒക്കെ കർത്താവിന് മുമ്പ് നിരത്തി വയ്ക്കുക, ക്ലിയറായിട്ട് കാണിച്ചു കൊടുക്കുക. കർത്താവ് ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ, ഞാൻ ഇങ്ങനത്തെ ഉള്ള പാർട്ടി തന്നെയാണ്, ഇത് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് കർത്താവിനോട് പറയുക, കർത്താവേ ഇവിടെ നിൻ്റെ സൗഖ്യവും നിൻ്റെ ശക്തീകരണവും എനിക്ക് വേണം, എനിക്ക് ആവശ്യമാണ്. ഇതിനെ എന്നെ പ്രേരിപ്പിച്ചവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിപ്പിക്കുക, അവരെ അനുഗ്രഹിക്കണമേ എന്ന് പറയുക. ശത്രുക്കളായി നിന്നവർ അല്ലെങ്കിൽ ഇതിനെ തിന്മയിലേക്ക് നയിച്ചവർക്ക് വേണ്ടിയിട്ട് അത് പ്രാർത്ഥിക്കുക, അവരെ അനുഗ്രഹിക്കുക. അതുപോലെ തന്നെ ദൈവവചനം വായിച്ച് ആ വചനത്തിൻ്റെ ഒരു സൗഖ്യം ഞാൻ ചോദിക്കുക. വചനം അതിനകത്ത് തന്നെ ഭയങ്കര ഹീലിംഗ് ഉള്ളതാണ്.
ഹീലിംഗ് പവറാണ്. കർത്താവ് നിനക്കത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് സംഭവിച്ചു. നീ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് നടന്നു. ലാസറെ പുറത്ത് വരിക എന്ന് പറഞ്ഞാൽ പുറത്ത് വന്നു. ആ യേശു അരുളിച്ച വചനത്തിന് അതിനകത്ത് തന്നെ ഹീലിംഗ് പവറാണ്. ഈശോ ദൈവത്തിൻ്റെ വചനം മാംസമായതാണ് അല്ലേ? അപ്പോൾ ആ ഹീലിംഗ് പവർ അനുഭവിക്കാനായിട്ട് നമ്മളെ പ്രത്യേകിച്ചും കർത്താവിൻ്റെ വചനങ്ങൾ, സുവിശേഷത്തിനുള്ള വചനങ്ങളെ ഉരുവിട്ട് ആ ഹീലിംഗ് പവർ അനുഭവിക്കാനായിട്ട് ഈ വ്യക്തി തയ്യാറാകുകയാണെങ്കിൽ ഇതിൽ നിന്ന് വിമുക്തിപ്പെടാനായിട്ടത് കാരണമായി തീരുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കത് വേറൊരു ഞാൻ വായിച്ചൊരു സംഭവമാണ്. അവരതിനകത്ത് പറയുന്നൊരു ടെക്നിക്കാണ് അൺസെൻഡ് ലെറ്റർ. അതായത് അയക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ എഴുതുകയാണ്. ഈ ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ഭയങ്കര സൂപ്പർ ഒരു ഇതാണ് കേട്ടോ. നമുക്കെല്ലാവർക്കും ഈ നമ്മൾ ചിലപ്പോൾ ഡയറി എഴുതുന്ന സ്വഭാവമൊക്കെ ഉണ്ടല്ലോ. അപ്പം ഈ പ്രത്യേകതയിൽ വീണു പോകുന്ന ആൾക്കാർ ചിലപ്പോൾ അവർ വീണു പോയിട്ടുണ്ടാവാം, ചിലപ്പോൾ അവർ വിജയിച്ചായിരിക്കും. രാവിലെ തൊട്ട് ചിലപ്പോൾ വിചാരിച്ചു, പക്ഷേ ചിലപ്പോൾ വീണു പോയായിരിക്കും. എന്തായാലും വൈകുന്നേരം ആകുമ്പോൾ ഇവരൊരു ലെറ്റർ എഴുതുകയാണ്. ഇത് അയക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ അവർ ഉദ്ദേശിച്ച കാര്യം ഇങ്ങനെ കൺട്രോൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ വീണുപോയി എന്നായിരിക്കാം. അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഈ ഗോൾ സെറ്റ് ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റി, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി, അങ്ങനെയുള്ള പല കാര്യങ്ങളായിരിക്കാം. അയക്കാതെ ഉള്ള ഒരു ലെറ്റർ ഇങ്ങനെ എഴുതുന്ന ജേർണലിങ്. എന്നിട്ടത് അവർ കീറിക്കളഞ്ഞ് കത്തിക്കാനൊക്കെയാണ് ആ ഒരു ടെക്നിക്കിൽ പറയുന്നത്. ഞാനിത് ഓർത്തു, നമ്മളുടെയൊക്കെ ഒരു ഗാർഡിയൻ ഏഞ്ചൽ, നമ്മുടെ ഒരു കാവൽമാലാഖയുടെ ഒരു ഇമ്പോർട്ടൻസ് ശരിക്കും ഇതിനകത്ത് എനിക്ക് തോന്നി. നമ്മൾ ഈ കാവൽമാലാഖയ്ക്ക് ലെറ്റർ എഴുതുന്നതായിട്ട് നമ്മൾ വിചാരിക്കുക, അല്ലെങ്കിൽ കാവൽമാലാഖ നമ്മുടെ കൂടെ ഇരിക്കുന്നത്, ഇത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് എൻ്റെ അടുത്ത് കാവൽമാലാഖയുണ്ട്. ഇപ്പോൾ ബോൺ ചേട്ടൻ്റെയും എൻ്റെയും ഒക്കെ നമ്മളുടെ എല്ലാവരുടെയും കാവൽമാലാഖയുണ്ട്. നമുക്ക് ആ ചില സമയങ്ങളിൽ നമ്മളത് ഓർക്കുന്നില്ല. അപ്പം ഇതൊന്ന് വിഷ്വലൈസ് ചെയ്യാനും നമ്മളുടെ കാവൽമാലാഖ കൂടെയുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ഞാൻ കാവൽമാലാഖയെ ഞാൻ ഇതെല്ലാം ഏൽപ്പിച്ചതായിരുന്നു. ഇനി വൈകുന്നേരം ആകുമ്പോൾ കാവൽമാലാഖയ്ക്ക് ഞാൻ എൻ്റെ ഇതൊക്കെ പറ്റി, ഇങ്ങനെയൊക്കെയാണ് സാധിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടൊരു ലെറ്റർ എഴുതാനും, എന്നിട്ട് അത് കത്തിച്ച് കളയോ എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷേ റിപ്പീറ്റഡ്ലി ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യുന്നതനുസരിച്ച് നമ്മളുടെ ബ്രെയിനിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഏരിയയിലുള്ള ന്യൂറോൺസ്, ഇപ്പം നമ്മളുടെ ഈ ബാഡ് ഹാബിറ്റ് എന്ന് പറയുമ്പം ആ ഹാബിറ്റിനെ ബലപ്പെടുത്തുന്ന ന്യൂറോൺസ് ഇങ്ങനെ ശക്തിപ്പെട്ട് വളരുകയാണ്. ഇനി നമുക്ക് ബ്രെയിനിനെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇതെനിക്ക് ആവശ്യമില്ല, എനിക്ക് ഈ വഴിയാണ് ആവശ്യം എന്നുള്ള ആ സിഗ്നൽ, ആ ഒരു പാത്ത് ശരിക്കും നമ്മൾ സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. റിപ്പീറ്റായിട്ട് ചെയ്യണം. ഒരിക്കലും നിരാശപ്പെടരുത്. ചിലപ്പം 5 or 10 പ്രാവശ്യം വീണ്ടും വീണു പോകാം, പക്ഷേ വീണ്ടും എഴുന്നേൽക്കുക, വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഇതങ്ങനെ ചെയ്ത് പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എത്ര ദിവസം കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അഡിക്ഷൻ എന്നൊക്കെ. പക്ഷേ അത് ഡിപ്പെൻഡ്സ് ഓൺ ഓരോ പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ചിലർ 90 പറയുന്നു, ചിലർ 100 ദിവസം പറയും, ചിലപ്പോൾ അതിനേക്കാൾ പോകുമായിരിക്കും. പക്ഷേ എന്തായാലും വളരെ ഊർജ്ജത്തോടു കൂടി ദൈവത്തോട് ചേർന്ന് കൂടുതൽ ശക്തമായിട്ട് ക്ഷീണിക്കാതെ തളരാതെ നമ്മൾ ഓടുക എന്നുള്ളതാണ് അതിനകത്തൊരു. ഇതിനോട് ചേർത്ത് വെക്കാൻ പറ്റിയൊരു കാര്യമാണ്, എല്ലാ ദിവസവും ഒറ്റയ്ക്ക് മുറിയിൽ മുട്ടുമേൽ നിന്നൊരു ജപമാല ചൊല്ലിയാൽ ഇതൊരു ആത്മീയ രഹസ്യമാണ്. മാതാവ് നമ്മളെ ഇത്തരം അശുദ്ധിക്ക് വിട്ടുകൊടുക്കില്ല. ഇതൊരു വലിയൊരു ആത്മീയ രഹസ്യമാണ്. ഞാനിത് പറയുന്നത് അനുഭവത്തിൽ നിന്നാണ്. കാരണം 19ാമത്തെ വയസ്സിലാണ് ഒരു റിന്യൂവൽ റിട്രീറ്റിൽ കൂടി ഞാനൊരു നവീകരണത്തിലേക്ക് വരുന്നത്. അന്ന് തൊട്ടുള്ള ഒരു മാതാവിൻ്റെ കരുതൽ അനുഭവിക്കുന്ന ഒരാളെന്ന നിലയിൽ ഒറ്റയ്ക്ക് മുട്ടുമ്പോൾ നിന്നൊരു ജപമാല ചൊല്ലിയാൽ ഇത് വലിയൊരു സംരക്ഷണമാണ്. അതെ. അല്ല, ചിലരൊക്കെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ചില എൽഡേഴ്സിനോട് ആൾക്കാർ തുറന്ന് പറഞ്ഞിട്ട് അവർ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. അപ്പം ഇവർ ടൈം തിരഞ്ഞെടുക്കുന്ന വെച്ചാൽ ഒരേ സമയമാണ്. അതായത് ഈ കുട്ടി ഇതിനു വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിച്ചത്, അതായത് മണൽ ഒക്കെ കട്ടിലിനടിയിൽ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ കുട്ടി ഈ മണൽപ്പുറത്ത് കുത്തുന്ന അതേ സമയത്ത് ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്ന ആ എൽഡർ അതേ സ്ഥലത്ത് മുട്ടുകുത്തുന്നു, പ്രാർത്ഥിക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷം വളരെ വലിയ ചേഞ്ച് ആ കുട്ടിയിൽ സംഭവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നടത്തുന്ന സ്പിരിച്വൽ റീഡിങ്. നമ്മൾ പലരും വിചാരിക്കാറുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതെല്ലാവരും ചെയ്യുന്നതാണ്, എല്ലാവരും വീണു പോകുന്നതാണ്, ഇത് നേരത്തെ ടിൻഡു പറഞ്ഞ പോലെ നമ്മളൊരു നീഡാണ്. എന്നാൽ എത്രയോ വ്യക്തികളെ വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട് പറ്റും എന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മളെക്കാൾ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങൾ കടന്നു പോയിട്ടും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതങ്ങളെ, പച്ചയായ ജീവിതങ്ങളെ അവർ തന്നെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇത്രയും പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ദുരുപയോഗപ്പെട്ടതിൻ്റെ ചരിത്രങ്ങളുണ്ടായിട്ടും വിദ്യാഭ്യാസത്തിൻ്റെ ഒത്തിരി കുറവുകളുണ്ടായിട്ടും അടിമപ്പണി ചെയ്യേണ്ടി വന്നിട്ടും വളരെ ദുസ്സഹമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടും ഒരു എത്രയോ വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട് പറ്റി. അപ്പോൾ അതിൻ്റെ അറിയിപ്പുകളെ തരുന്ന പുസ്തകങ്ങളെ തീർച്ചയായിട്ടും വായിച്ച് നമ്മളെ കൂടുതൽ ഉജ്ജീവിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനായിട്ട് ആഗ്രഹമുള്ളത്, നേരത്തെ ടിൻഡു പറഞ്ഞതുപോലെ
ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ധാരാളം പേര് വീണു പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോഴും വിശുദ്ധിയുള്ള ജീവിതം നയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ അറിയിക്കണം, വിശുദ്ധൻ എന്ന് പറയുന്നത് അനുതപിക്കുന്ന പാപിയാണ്. അനുതപിക്കുന്ന പാപിയുടെ പേരാണ് വിശുദ്ധൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തുമാത്രം പ്രശ്നമുണ്ടെങ്കിലും നമ്മളെ വിശുദ്ധീകരിക്കാൻ ഒരു ദൈവമുണ്ട്, സഹായിക്കാൻ പരിശുദ്ധ അമ്മയുണ്ട്, നമ്മുടെ പേരൻ്റെ പുണ്യവാനുണ്ട്, കാവൽ മാലാഖയുണ്ട്, നമ്മൾ വായിച്ച വിശുദ്ധ ജീവിതങ്ങളുണ്ട്. ഇവരെല്ലാവരും നമ്മളോടൊപ്പമുണ്ട് നമ്മളെ സഹായിക്കാനായിട്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഒരു കെട്ടുകഥയൊന്നുമില്ല. ശരിക്കും ഒരു ഹെവൻ്റെ ഒരു വലിയ സ്ട്രാറ്റജി, ഞാനൊരു ടീമാണെന്ന് പറയുന്ന പോലത്തെ ഒരു വലിയ സ്ട്രാറ്റജി കൂടെയുണ്ട്. പക്ഷേ ബോധപൂർവം നമ്മളത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം വെച്ച് വേണമെങ്കിൽ നമുക്കൊരു വാരിയർ പ്ലാൻ തയ്യാറാക്കാം. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അഡിക്ഷനിലേക്ക് പോയവർക്കോ, അല്ലെങ്കിൽ അതിൽ നമ്മളിപ്പോൾ ആരും ഇതിനകത്ത് വലിയ മേന്മ പറയാനൊന്നുമില്ല. സാഹചര്യം ഉണ്ടായാൽ നമ്മളെല്ലാവരും വീണു പോകുന്ന ഒരു മേഖല തന്നെയാണിത്. ഇപ്പം നമ്മളുടെ ആരുടെയും ഒരു വലിയ ഇതല്ല. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയുള്ളതുകൊണ്ടും കൃപയുള്ളതുകൊണ്ടും നമ്മൾ തിന്മ കാണാതെ ദൈവം നമ്മളെ സംരക്ഷിക്കുന്നു. അപ്പോൾ ഈ പ്ലാനിനകത്ത് ശരിക്കും പറഞ്ഞാൽ എല്ലാ തരത്തിലും ഈ പറഞ്ഞ സ്പിരിച്വൽ ആസ്പെക്റ്റും സൈക്കോളജിക്കൽ എല്ലാ ആസ്പെക്റ്റും നമുക്ക് കൂട്ടിച്ചേർക്കാവുന്നേ ഉള്ളൂ. ഇവർക്ക് തന്നെ ഗോൾ സെറ്റ് ചെയ്യാം. ഷോർട്ട് ടേം ആയിട്ടുള്ള ഗോള്, അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ച് ഗോൾസ്, ലോങ് ടേം ഗോൾസ്. ഇത്ര ദിവസം കൊണ്ട് 180 ഡേയ്സ് ഞാനിത് നോക്കും. അതിന് ഷോർട്ട് ടേം ഗോളായിട്ടോ മിഡ് റേഞ്ച് ഗോൾസായിട്ടോ നമുക്ക് തിരിക്കാം. ഒരു സ്പിരിച്വൽ ഫാദറിനെ വെക്കുക. എന്ന് ഞാൻ വീണാലും ഞാൻ പോയി കുമ്പസാരിക്കും. ഞാൻ എൻ്റെ കാവൽ മാലാഖയോട് പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ വിശുദ്ധയെ അല്ലെങ്കിൽ പ്രത്യേക വിശുദ്ധരെ ഞാൻ ഇതിനു വേണ്ടി ഭരമേൽപ്പിക്കും. ഞാൻ ഇന്ന കാര്യം ചെയ്യുമ്പോൾ ഞാൻ ഈ വചനം റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് ഒരു തെറാപ്പി ലെവലിലേക്ക്, ഇപ്പം ഭയങ്കര ഒരു സ്റ്റേജിലാണെങ്കിൽ നമുക്ക് ഒരാളുടെ ഹെൽപ്പ് ഇല്ലാതെ ചിലപ്പം പറ്റില്ലായിരിക്കും. അപ്പോൾ ഒരു തെറാപ്പിസ്റ്റിൻ്റെ സഹായം തേടും. ഇങ്ങനെ ഈ ഒരു യുദ്ധം ചെയ്തിട്ടാണ് നമ്മൾ ഒരു ആധ്യാത്മിക ഹർമ്മ്യം നമ്മൾ പണിയുന്നത്. വിശുദ്ധ അമ്മത്രേസ്യൊക്കെ പറയുന്ന പോലെ നമ്മുടെ ലോകം കാണുന്നത് പുറത്തുള്ളൊരു എക്സ്റ്റേണൽ സംഭവമാണ്. പക്ഷേ ഇൻറ്റേർണലായിട്ട് എനിക്കൊരു ഭവനം പണിയേണ്ടതുണ്ട്. അത് ലോകത്തിന് പക്ഷേ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അപ്പോൾ ഈ ഇൻറ്റേർണൽ വീട് പണിയാനായിട്ട് ഞാൻ ചെയ്യുന്നൊരു വലിയ ഒരു വാരിയർ പ്ലാൻ വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കാം. നമുക്കതനുസരിച്ച് ജീവിച്ചാൽ തന്നെ നമുക്കിതിൽ നിന്ന് തീർച്ചയായിട്ടും ഒരുപാട് പേര് പുറത്തു വന്നവരുണ്ട്. അതായത് പോൺ മൂവീസിൽ അഭിനയിച്ച മനുഷ്യരെ തിരിച്ചു വന്നവരുണ്ട്. ഒത്തിരി എക്സ്പീരിയൻസസ് നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട്. അതായത് അവർ ഈശോയെ പരിചയപ്പെട്ടത് കൊണ്ട് മാത്രം, അതായത് ഒരാൾ ഒരു പോൺ മൂവിയിൽ അഭിനയിച്ച ഒരാൾക്ക് അയക്കുകയാണ്, ഒരു യൂത്തിന് അയക്കുകയാണ്, ഞാൻ പോൺ മൂവി കണ്ട അഡിക്ഷൻ ആയിരുന്നൊരു പുള്ളിക്കാരൻ അയക്കുകയാണ്, ഇനി മുതൽ ഞാൻ നിങ്ങളുടെ മൂവി കാണില്ല, കാരണം ഞാൻ ഈശോ എന്ന് പറയുന്ന ആളെ പരിചയപ്പെട്ടു. അത് എന്നെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തു. കാരണം എല്ലാ പ്രാവശ്യവും ഞാനിത് കണ്ടിട്ട് ഞാൻ മാസ്റ്റർബേറ്റ് ചെയ്തിട്ടായിരുന്നു കടന്നിരുന്നത്. ഇത് എന്നിലൊരു അഡിക്റ്റഡ് സംഭവമായിട്ട് മാറിയിരുന്നു. പക്ഷേ ഞാൻ ഈശോ എന്ന് പറയുന്ന ആളെ പരിചയപ്പെട്ടു, എനിക്ക് വ്യത്യാസം വന്നു, ഞാൻ ഇനി ഇതിലേക്ക് പോവില്ല. അപ്പോൾ ഒരുപാട് പേര് ചേഞ്ച് ചെയ്ത് പ്രൂവ് ചെയ്ത ഇതാണ്. വിശുദ്ധരുടെ തന്നെ വിശുദ്ധ അഗസ്തീനോസും വിശുദ്ധ പലാജിയായും ഒരു സെയിൻറ്റ് ബിഷപ്പ് നൊന്നൂസിൻ്റെ ഒരൊറ്റ നോട്ടം കൊണ്ട് കുമ്പസാരിക്കാൻ പലാജിയ തയ്യാറായതാണ്. അപ്പോൾ അത്രയും ഡിഫറൻസ് നമ്മൾ കാണിച്ചു തന്ന അനേകം പേര് നമ്മളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് ഇത് പോസിബിൾ ആണ് എന്നുള്ളതാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അച്ഛൻ ഈ വായനയുടെ കാര്യം പറഞ്ഞപ്പോൾ കുറേ നാളുകൾക്ക് മുമ്പ് ഈ വായന സഹായിച്ച ഒരു അനുഭവം ഞാൻ ഓർക്കാറുണ്ട്. ഫ്രാൻസിസ് അസീസിയുടെ പുസ്തകം വായിക്കുമ്പോൾ അസീസിക്ക് ഒരു അമിതമായ ലൈംഗിക ചിന്തകൾ ഉണ്ടാകുന്ന സമയത്ത് റോസാ ചെടികളുടെ അപ്പം അച്ഛൻ പറയായിരുന്നല്ലോ, അങ്ങനെയുള്ള മനുഷ്യർക്കൊക്കെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവരതിനെ ഓവർകം ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളിലൂടെ. അത് നമുക്കൊരു കരുത്താകാണ്, അത് വായിക്കുമ്പോഴാണ് അത് അറിയുന്നത്. അല്ല, അച്ഛൻ പറഞ്ഞ കറക്റ്റാണ്. അനുദപിക്കുന്ന പാപിയാണ് വിശുദ്ധൻ എന്ന് പറയുന്നത്. അല്ല, ഇത് ഏത് കാലഘട്ടത്തിലും സാധിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ആർക്കും സാധിക്കും. അത് ഇന്ന കൂട്ടർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. വിശുദ്ധി എന്ന് പറയാൻ ചിലർക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുന്നതാണ് എന്നുള്ള ചിന്ത കളയേണ്ടത് തന്നെയാണ്. വിശുദ്ധി എല്ലാവർക്കും കിട്ടാവുന്നതാണ്, കിട്ടേണ്ടതാണ്, എല്ലാവർക്കും അവകാശപ്പെട്ടതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ മതി, കുദാശകളിലേക്ക് തിരിഞ്ഞാൽ മതി, പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞാൽ മതി. അതുപോലെ തന്നെ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന, ഇപ്പോൾ പറഞ്ഞ പോലെ സൈക്കോളജിക്കലായിട്ടുള്ള ഒത്തിരി മീൻസുകൾ നമ്മളെ സഹായിക്കാനായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറയത്തില്ല, നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മൾ പെട്ടെന്ന് ആശുപത്രി പോകും, അല്ലേ? പക്ഷെ നമ്മുടെ മനസ്സിനും ആത്മാവിനും പ്രശ്നമുണ്ടെങ്കിൽ നമ്മളത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബോഡിയേക്കാൾ വളരെ പ്രധാനപ്പെട്ടാണ് മനസ്സും ആത്മാവും. മനസ്സ് തളർന്നു കഴിഞ്ഞാൽ, ആത്മാവ് അശുദ്ധമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ജീവിക്കുന്നതിന് അർത്ഥം കാണത്തില്ല. പലരും സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കും. അതേസമയം മനസ്സ് ബലപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര രോഗമുണ്ടെങ്കിലും വ്യക്തികളെ മുന്നോട്ട് കുതിക്കും. ഞാൻ ഓർക്കുന്നത്, എൻ്റെ അടുക്കൽ കുമ്പസാരിക്കാനായിട്ട് ഒരു ഡോക്ടർ വരാറുണ്ട്. അദ്ദേഹത്തിന് 2 കാലും തളർന്നതാണ്.
എല്ലാ മാസവും അദ്ദേഹം വന്ന് കുമ്പസാരിക്കാറുണ്ട്. ഞാൻ ഡോക്ടറെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. ഡോക്ടറാണെന്നുള്ള കാര്യമൊക്കെ പിന്നീട് ഞാൻ അറിയുന്നത്. ഈ മനുഷ്യൻ നിരങ്ങി വന്ന് കുമ്പസാരത്തിന് വന്നിരുന്ന് ശക്തി സംഭരിച്ച് തിരിച്ചു പോകുന്ന കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സും ആത്മാവും വളരെ ബലപ്പെട്ടതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദൗത്യം ഏറ്റവും വളരെ രസകരമായിട്ട് ചെയ്യുന്നു. അനേകം രോഗികൾക്ക് അദ്ദേഹം സൗഖ്യം കൊടുക്കുന്നു. ഞാൻ ആ ഡോക്ടർ പറഞ്ഞു, കാല് തളർന്ന ഡോക്ടറെ കൊടുക്കുന്ന മരുന്നും ഉപദേശവും കാലുള്ള ഡോക്ടറെക്കാൾ ശക്തമാണെന്ന് പറഞ്ഞു. കാരണം ഇദ്ദേഹം ഈ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ട് മറ്റ് അനേകർക്ക് പ്രത്യാശയും വിശ്വാസവും പകർന്നു കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നമുക്ക് മറികടക്കാനായിട്ട് പറ്റുന്ന കാര്യം തന്നെയാണ്, എല്ലാവർക്കും പറ്റുന്ന കാര്യം. അച്ഛൻ പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർക്കാതെ പല കുട്ടികളുടെയും ഒരു ഡിസ്കഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും എല്ലാവർക്കും, ഇതെന്താണ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു പിയർ പ്രഷർ ഉണ്ടാവും. അവനും അവളും അറിഞ്ഞു എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ഈ പ്രായത്തിൽ അല്ലെങ്കിൽ ഒന്ന് പറയാം, നിനക്കിതൊന്നും അറിയത്തില്ലേ, ഭയങ്കര നാണക്കേടായിട്ട് പറയുന്നു. ഞാൻ പറയുന്നു ഏറ്റവും ഇതിനകത്ത് കയറാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അതേതാണ്ട് ഷെയിം പോലെയാണ് അവർ കരുതി വെച്ചിരിക്കുന്നത്. അതായത് ഇതിനെപ്പറ്റി അറിയാത്തത് എന്തോ എൻ്റെ കുറവാണ്. അപ്പോൾ ശരിക്കും അച്ഛൻ പറഞ്ഞ പോലെ നമ്മൾ ഈ കൂദാശകൾ നേരത്തെ തന്നെ ആ ഒരു സ്വീകരണവും വിശുദ്ധരോടുള്ള നമ്മളുടെ ഐക്യവും നമ്മളുടെ പ്രാർത്ഥനയും ഈശോയോട് ഐക്യപ്പെട്ട് നിൽക്കുന്നത് നമുക്ക് ഒരുപാട് ഗുണം മാത്രമാണ് ചെയ്യുന്നത്. ശരിക്കും എല്ലാ മേഖലയിലും ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള സമഗ്രമായ മേഖലയിൽ നമുക്ക് അത് വൺസ് ഇതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്തുനിന്ന് ആ കെണിയിൽ നിന്ന് വിടാൻ വേണ്ടി ആൾക്കാർ തമ്മിൽ പിടയ്ക്കുന്ന പിടപ്പ് എത്ര വലുതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ഒരു ക്യൂരിയോസിറ്റിക്ക് പോലും പ്രവേശിക്കാതിരിക്കുന്നെങ്കിൽ ഒത്തിരി നല്ലത്. ടിൻഡു പറയായിരുന്നല്ലോ, നമുക്കൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്നൊരു പ്രശ്നമുള്ളത്. ആ ഒരു പ്ലാനിങ്ങിൽ ഉറപ്പായിട്ടും കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമാണ് ദിവ്യകാരുണ്യ ആരാധന. എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ ഞാൻ ഈശോയുടെ മുമ്പിൽ പോയി ഈശോയെ വെറുതെ നോക്കിയിരുന്നാൽ മതി. ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും വേണ്ട, വെറുതെ നോക്കിയിരുന്നാൽ ഒരു വിശുദ്ധീകരണം നമ്മൾ അറിയാതെ സംഭവിക്കും. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. അതെ, അവർ ഒരിക്കലും ലജ്ജിതരായില്ല. ഇപ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഈ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഈ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഇന്ന് അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഡെലിവറൻസ് പ്രെയർ നടത്തുകയാണ്. അച്ഛൻ ആ ശുശ്രൂഷയിലേക്ക് നമുക്ക്. ഈശോയിലേറ്റവും പ്രിയപ്പെട്ടവരെ, തിന്മകൾക്ക് അടിമപ്പെട്ടവർക്ക് വിമോചനം നൽകുവാനായിട്ടാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഈശോയുടെ കാരുണ്യവും കൃപയും നമുക്ക് പ്രത്യേകമായിട്ട് യാചിക്കാം. ദൈവമായ കർത്താവേ, നീ ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കുവാനാണല്ലോ. തിന്മകൾക്ക് അടിമപ്പെട്ടു പോയ ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ കരുണയാലെ നിറയ്ക്കണമേ. നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ശരീരവും ഞങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ലൈംഗികതയും ഏറ്റവും വിശുദ്ധമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീ ആഗ്രഹിക്കുന്ന വിധത്തിൽ അതിനോട് പ്രതികരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ശരീരത്തെയും ഞങ്ങളുടെ ലൈംഗികതയും അശുദ്ധമാക്കുന്ന കാഴ്ചകളും പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഉള്ള ഞങ്ങളുടെ ഇടപെടലുകളും വിശുദ്ധീകരിക്കുവാൻ നിൻ്റെ ആത്മാവിനെ അയക്കണമേ. ദൈവമായ കർത്താവിൻ്റെ കരുണ യാചിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും മേലെ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൻ്റെ പുണ്യവാന്മാരുടെയും കാവൽ മാലാഖമാരുടെയും പ്രാർത്ഥന ഞങ്ങളെ വിശുദ്ധീകരിക്കുവാൻ സഹായിക്കുകയും ചെയ്യട്ടെ. തിന്മകളുടെ എല്ലാ ശക്തികളുടെ വിമോചനവും തിരുരക്തത്തിൻ്റെ സംരക്ഷണവും ഈശോയുടെ നാമത്തിലുള്ള വിജയവും ഉണ്ടാകുമാറാകട്ടെ. കർത്താവായ ഈശോയെ നിയന്ത്രിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ തിന്മകളുടെ ശക്തികളുടെ മേലെ ആധിപത്യമുണ്ടാകുവാൻ പ്രാർത്ഥിക്കുകയും ഈ തിന്മകളെ ഈശോയുടെ നാമത്തിൽ ബഹിഷ്കരിക്കുകയും കുരിശിൻ ചുവട്ടിലേക്ക് അയക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥനാ സഹായങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഏഞ്ചൽ സ്വാമിയുടെ ഓഫീസ് നമ്പറുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 0484295580 അല്ലെങ്കിൽ ഡ്രോപ്പ് us your mail at info@angelsarmy.in. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമ്മൾക്ക് കാത്തിരിക്കാം. Until then, goodbye. Thank you. Thank you, Acha. Thank you. Thank you very much. Thank you.